പാഠം 664. ദൈവത്തിന്റെ വകതിരിവില്ലായ്മ. ഈശ്വര, ഞാൻ എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. എന്റെ ഈ പ്രാർത്ഥന കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 2 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. റവന്യൂ വകുപ്പിലെ പുതിയ പ്രൊമോഷൻ ലിസ്റ്റ് ഇന്ന് വരും. കഴിഞ്ഞ 2 തവണയും അർഹതയുണ്ടായിട്ട് എന്റെ പേര് അതിലുണ്ടായിരുന്നില്ല. ഇത്തവണെങ്കിലും എന്റെ ആഗ്രഹം സാധിച്ചു തരണം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനൊരു ഡെപ്യൂട്ടി തഹസിൽദാർ ആയി കഴിഞ്ഞാൽ നാടിന് മുഴുവൻ ഗുണമുണ്ടാവും അറിയാലോ. എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാനോ മന്ത്രിയെ സ്വാധീനിക്കാനോ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാലേ എന്റെ കാര്യം നടക്കും. അല്ലെങ്കിൽ തന്നെ ആരുടെയെങ്കിലും ശുപാർശ കൊണ്ട് എന്തെങ്കിലും നേരിട്ട് എന്താ കാര്യം? നമ്മുടെ കഴിവിനൊത്ത് അംഗീകാരമല്ലേ കിട്ടേണ്ടത്. ഇത്തവണ എന്നെ കൈവിടരുത്. ചായ. എന്തായിരുന്നു പദവിയിലും ഗൗരവത്തിലൊരു പ്രാർത്ഥന? ഇതിപ്പോ സാധാരണ സമയത്തിൽ കൂടുതലായല്ലോ. ഇന്ന് ദിവസത്തിന്റെ പ്രത്യേകത നീ ഇത്ര പെട്ടെന്ന് പറഞ്ഞോ? പ്രമോഷന്റെ പുതിയ ലിസ്റ്റ് ഇന്ന് പുറത്തിറങ്ങുക. ഇത്തവണെങ്കിലും എനിക്ക് ഡെപ്യൂട്ടി തഹസിൽദാറായേ പറ്റൂ. ഞാനതങ്ങ് മറന്നു. ഇന്ന് 15-ാം തീയതി ആണല്ലോ അല്ലേ? കഴിഞ്ഞ 2 വട്ടവും പ്രമോഷൻ ലിസ്റ്റിൽ ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു. ഒരു പ്രാവശ്യം അവസാന ലിസ്റ്റിൽ എന്റെ പേരുണ്ടെന്ന് അറിയുകയും ചെയ്തതാ. പക്ഷേ ലിസ്റ്റ് പുറത്തു വന്നപ്പോഴേക്കും എന്റെ പേര് വെട്ടി. സർക്കാർ ജോലിയാകുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ മോഹനേട്ടാ? എല്ലാ കാര്യവും ഏറ്റവും കൃത്യമായി നടന്നൊന്നും വരില്ല. പണവും സ്വാധീനമുള്ളവരും രാഷ്ട്രീയക്കാരുടെ അടുപ്പമുള്ളവരും ഒക്കെ ലിസ്റ്റ് പെട്ടെന്ന് കയറി കൂടും. മോഹനേട്ടന് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അത് മാത്രമല്ല, മോഹനേട്ടന് പ്രൊമോഷൻ തന്ന ഉയർന്ന സ്ഥാനത്തേക്ക് ഇരുത്തുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രയോജനം വല്ലതും ഉണ്ടാവോ? അതുമില്ല. അപ്പൊ പിന്നെ സ്വാഭാവികം പ്രൊമോഷൻ വൈകില്ലേ? അതൊന്നും കാര്യാക്കണ്ട. പ്രൊമോഷൻ കിട്ടാനുള്ള തിരക്കൊണ്ടല്ല ഭാമ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അർഹിച്ചത് കിട്ടാതെ വരുമ്പോഴുള്ള പ്രയാസമാ. എന്നേക്കാൾ മോശപ്പെട്ട സർവീസ് റെക്കോർഡ്സ് ഉള്ളവർ എന്നെ മറികടന്ന് പോകുന്ന കാണുമ്പോ പ്രയാസം ഉണ്ടാവില്ലേ? സർക്കാർ ജോലിക്കാരായതിനു ശേഷം ഇതുവരെ നിയമവും ന്യായവും വിട്ട് ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും ഇങ്ങനെ അവഗണിക്കാന്ന് വെച്ചാൽ... സത്യവും ന്യായം വിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് മോഹനേട്ടന് വേണ്ടി വാശി പിടിക്കാനും ശുപാർശ ചെയ്യാനും ആളില്ലാത്തത്. പക്ഷേ മോഹനേട്ടൻ പറയുന്ന പോലെ ദൈവം എല്ലാം കാണുന്നില്ലേ? ലോകത്ത് നല്ലത് നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം എന്തായാലും മോഹനേട്ടന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കാണിക്കാതിരിക്കുവോ? എന്റെ മോഹനേട്ടൻ ഒരു നല്ല മനുഷ്യനാ, നല്ലൊരു ഉദ്യോഗസ്ഥനാ, നല്ല വില്ലേജ് ഓഫീസറാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ ദൈവം കണ്ടില്ല എന്ന് വെക്കുവോ? മോഹനേട്ടനെ കിട്ടാനുള്ളത് ദൈവം കരുതി വെച്ച് തരേണ്ട സമയത്ത് തരും. ആ, ഉത്തമനാണല്ലോ. ദേ, ഇപ്പൊ ഈ കാണിച്ച പ്രയാസമൊന്നും ഉത്തമനടുത്ത് കാണിക്കല്ലേ. നാട് വിറപ്പിക്കുന്ന വില്ലേജ് ഓഫീസർ ഇങ്ങനെ ചില കാര്യങ്ങളിൽ പാവത്താനായി പോകുന്ന ഉത്തമനെ അറിയിക്കണ്ട. നമസ്കാരമുണ്ട് സാർ. സാറെന്താ നേരത്തെയാണോ? എന്തു പറ്റി സാറേ? മണി 9:10 ആയുള്ളൂ. എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. കൃത്യം 10 മണിക്ക് താലൂക്ക് ഓഫീസിൽ എത്തണം. ഇന്ന് പ്രൊമോഷൻ ലിസ്റ്റ് വരുമല്ലേ സാറേ? ഉത്തമൻ അറിഞ്ഞു? താലൂക്ക് ഓഫീസർ സദൈവ സാറിനെ ഇന്നലെ വൈകിട്ട് കണ്ടപ്പോഴാ പറഞ്ഞത് ഇന്ന് ലിസ്റ്റ് വരും, മോഹനേഷ് സാറിന്റെ പേരും ഉണ്ടാവും എന്ന്. അപ്പൊ സാർ വലിയ താമസമില്ലാതെ ഡെപ്യൂട്ടി തഹസീൽദാരാവും അല്ലേ സാറേ? അങ്ങനെ പ്രതീക്ഷിക്കാം. ഉത്തമൻ പോകുന്നത് സാറേ, നമ്മുടെ വേലായുധ ചേട്ടന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരന്റെ മോക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലല്ലേ ഫീസ് അളവ് കിട്ടൂ എന്നാര് പറഞ്ഞു? അതാരും പറയേണ്ട കാര്യമില്ലല്ലോ സാറേ. ഫീസ് അളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ആർക്കാണ് അറിഞ്ഞൂടാത്തത്? ഇക്കാര്യം
ഇപ്പോ ഇവിടെ വന്ന് പറയാൻ ഉത്തമനോട് ആര് പറഞ്ഞു? വേലാൻ ചേട്ടൻ പറഞ്ഞു. വേലായുധൻ ചേട്ടൻ എപ്പ പറഞ്ഞു? ആ, ഇന്നലെ രാവിലെ ഞാൻ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ചായക്കടയിൽ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വേലാൻകുട്ടി ചേട്ടൻ ഓടി വന്നത്. വന്നപാടെ എന്റെ അടുത്ത് പറഞ്ഞു, മോളുടെ അഡ്മിഷൻ ശരിയായി കേട്ടോ ഉത്തമ, വരുമാന സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. ഇന്നലെ രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് ഉത്തമനോട് വേലായുധൻ ചേട്ടൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉത്തമൻ ഇവിടെ വന്ന് എന്നോട് പറയുന്നത് ഇന്ന് രാവിലെ ഇപ്പൊ. ഇങ്ങനെയാണെങ്കിൽ ഉത്തമനെ ഒരു കാര്യം എങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കും? അതങ്ങനെയല്ല സാറേ. ഇന്നലെ ഞാൻ ചായക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട്ടിലേക്കാ. അവിടെ നിന്ന് പ്രസിഡന്റിനെയും കൂട്ടി 1-2 സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോ ഉച്ചയായി. പിന്നെ കൃഷി ഓഫീസിൽ പോയി കാര്യം കൂടെ കഴിഞ്ഞപ്പോ മണി 3 പിന്നെ വീട്ടിൽ പോണ്ടേ. വീട്ടിൽ ചെന്ന് ഊണ് കഴിച്ചപ്പോ ഒന്ന് മയങ്ങി. എഴുന്നേറ്റപ്പോ 5 മണി കഴിഞ്ഞ്. പിന്നെ വില്ലേജ് ഓഫീസിലോട്ട് വന്നിട്ടൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് രാവിലെ ഇവിടെ തന്നെ വന്ന് പറയാന്ന് വിചാരിച്ച്. ചുരുക്കത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യാൻ ഉത്തമൻ അറിഞ്ഞുകൂടാ. വേലായുധൻ ചേട്ടന്റെ മകളുടെ അഡ്മിഷന്റെ കാര്യം ശിശുപാലൻ പറഞ്ഞപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് എഴുതി ഞാനത് ശിശുപാലന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. ഇന്ന് രാവിലെ വേലായുധൻ ചേട്ടൻ അത് കോളേജിൽ കൊടുക്കും. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാറേ. ഉത്തമന് ഉത്തരവാദിത്ത ബോധമില്ല എന്നതുപോലെ എനിക്ക് എങ്ങനെ പെരുമാറാൻ പറ്റുമോ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറല്ലേ. എന്തൊക്കെ പറഞ്ഞാലും മോനേഡ് സാറിന് പ്രൊമോഷൻ കിട്ടുന്നോണ്ട് ഈ നാട്ടിലുള്ളവർക്ക് നഷ്ടമാണ് വക്കീലെ. ഇതുപോലൊരു നല്ല മനുഷ്യൻ ഇനി വില്ലേജ് ഓഫീസിൽ വരുമോ? നല്ല മനുഷ്യർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനല്ലേ ഉത്തമ. മോഹനയുടെ ഡെപ്യൂട്ടി തഹസിൽദാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ സഹായിക്കുന്നവരെക്കാട്ടിലും കൂടുതൽ ആളുകളെ സഹായിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ സാറിനെ ഉയർച്ചയേ ഉണ്ടാവും. ഇത്രയും തങ്കപ്പെട്ടൊരു മനുഷ്യന് നന്മ വന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നല്ലത് വരുന്നത്? ഓ, മോനേഡ് സാറിന്റെ പ്രൊമോഷൻ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ ദൈവമേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മോനേട്ടാ, എന്തുപറ്റി? ഒന്നുമില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാ പോരല്ലോ. മോഹനേട്ടന് കാര്യമായിട്ട് എന്തോ പറ്റിട്ടുണ്ട്. എന്താ അത്? ആരാ ഫോൺ വിളിച്ചത്? താലൂക്ക് ഓഫീസിലെ സഹദേവൻ. എന്താ പറഞ്ഞത്? പ്രൊമോഷൻ ലിസ്റ്റ് വന്നു. ആ, ഞാനില്ല. ലിസ്റ്റിന്റെ കോപ്പി തഹസിൽദാരെ കിട്ടിയിട്ടുണ്ട്. തഹസിൽദാർ ആ സഹദേവനോട് കാര്യം പറഞ്ഞത്. ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് ചെല്ലുമെന്ന് അറിയാവുന്നതുകൊണ്ട് സഹദേവൻ നേരത്തെ വിളിച്ച് പറഞ്ഞതാ. അവിടെ വെച്ചറിഞ്ഞ എനിക്ക് പ്രയാസമാവുന്ന സഹദേവൻ അറിയാലോ. എന്താ ദൈവം ഇങ്ങനെ? ജോലിയിൽ സത്യസന്ധത കാണിക്കുന്നുണ്ട്. ചെയ്യാവുന്ന സഹായം എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ന്യായവും നീതിയും വിട്ട് ഒന്നും ചെയ്യാറുമില്ല. എന്നിട്ടും ദൈവത്തിന് എന്നോട് ഒരു തരുമ്പ് കാരുണ്യമില്ലാത്ത എന്താ? സാരില്ല മോനട്ടാ. ഈ പ്രൊമോഷൻ ലിസ്റ്റ് അവസാനത്തേതൊന്നും അല്ലല്ലോ. 6-7 മാസം കഴിയുമ്പോ ഇനി ലിസ്റ്റ് വരില്ലേ? അതിൽ മോഹനേട്ടന്റെ പേരുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്റെ മോഹനേട്ടന് അർഹതപ്പെട്ട പ്രൊമോഷനെ എത്ര കാലം എന്ന് വെച്ച് നടന്നു വയ്ക്കാൻ പറ്റും? ഇനി ഇതോർത്ത് വിഷമിച്ച് താലൂക്ക് ഓഫീസിന് വില്ലേജ് ഓഫീസിലേക്കും ചെല്ലാൻ നിൽക്കല്ലേ. മോഹനേട്ടന് സങ്കടപ്പെട്ട് കാണാൻ നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മുന്നില് എന്റെ മോഹനേട്ട തോറ്റു കൊടുക്കരുത്. പ്രൊമോഷൻ കിട്ടാതിരുന്നാലൊന്നും തോക്കുന്ന ആളല്ല മോഹനേട്ടനെ എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇറങ്ങുന്നു.
നമസ്കാരം മോഹനകൃഷ്ണൻ സാറേ. നമസ്കാരം. വിജയൻ എങ്ങോട്ടാ? ഞാനിപ്പം ബഷീർ ഖാന്റെ പെട്രോൾ പമ്പിലാ സാർ. അങ്ങോട്ട് പോണ വഴിയാ. പെട്രോൾ പമ്പിൽ വിജയൻ എന്താ ജോലി? വണ്ടിക്ക് പെട്രോൾ അടിച്ചു കൊടുക്കുക. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ജോലി. വിജയൻ എന്തായി പറയുന്നേ? MA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് പെട്രോൾ പമ്പിൽ നിൽക്കുന്നോ? അങ്ങനെ ഒരു ജോലി ചെയ്യാനായിരുന്നെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്? വേറെന്ത് ചെയ്യാനാ സാർ? പഠിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ മുതൽ ഒരു ജോലി അന്വേഷിക്കുക. സർക്കാർ ജോലി കിട്ടുമെന്ന് കരുതി 5-6 കൊല്ലം വെറുതെ കളഞ്ഞു. അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ വേറെന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. രക്ഷയില്ല. സ്വന്തമായിട്ട് വല്ലതും ചെയ്യാന്ന് വിചാരിച്ചാ മുടക്കാൻ പൈസ വേണ്ടേ? അതൊട്ടില്ല താൻ. എത്ര കാലമെന്ന് വെച്ചാ വീട്ടുകാരെ ചെലവിൽ കഴിയുന്നു. ഈയിടെ വീട്ടിലുള്ളവരുടെ മുഖത്തും ഒരു സന്തോഷക്കുറവാ. അപ്പോൾ തീരുമാനിച്ചു ഇനി ഓഫീസ് ജോലി നോക്കിയിരുന്നിട്ട് കാര്യമില്ലാന്ന്. ബഷീർക്ക് തരുന്ന കാശ് കൊണ്ട് എന്റെ കാര്യം നടക്കും. അതിനെങ്കിലും വീട്ടുകാരെ മുമ്പിൽ കൈ കിട്ടണ്ടല്ലോ. വിജയൻ ഇങ്ങനെ വിഷമിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാവും. ശരിയാവുമ്പോ ശരിയാവട്ടെ സാർ. അതുവരെ ഇങ്ങനെ അങ്ങ് ജീവിക്കുക. എന്നാ ശരി. എന്തായാലും പരമേശ്വര സാറ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ ഒരു വഴി ഉണ്ടാവില്ലേ? എന്ത് വഴി? ഒരു വഴിയില്ല പ്രഭേ. ഇതിപ്പോ പരമേശ്വരൻ സാറിന്റെ ജോലി തന്നെ പോകാനാ സാധ്യത. അതും കൂടെ ആയാ പൂർത്തിയായി. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ സ്വഭാവം പോലെ ഇരിക്കും ആണുങ്ങളുടെ ഭാവി എന്ന് പറയുന്ന ഇതാ. ബാങ്കിൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെ ഉണ്ടായിരുന്നില്ല. ആര് ചെന്നാലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അങ്ങേർക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടായതാ കഷ്ടം. സാറേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം കെട്ടിയവനെ പന്ത് തട്ടും പോലെ തട്ടാന്നുള്ള മോഹം വല്ലതും ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ കളഞ്ഞേക്കി. എന്താ അവിടെ ഒരു ചർച്ച? നമസ്കാരം സാർ. നമസ്കാരം. താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫയൽ എന്തായി പ്രഭേ? റെഡിയാണ് സാർ. സാർ, നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിലെ പരമേശ്വര സാറിന്റെ കാര്യം സാർ അറിഞ്ഞായിരുന്നോ? പരമേശ്വര സാറിന് എന്ത് പറ്റി? സാറ് ആശുപത്രിയില്ല. വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കുടുംബത്ത് സമാധാനം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? സാറിന്റെ ഭാര്യ ഒരു പൊങ്ങച്ചക്കാരിയാ. അവര് നാട്ടുകാരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിട്ട് കാശ് ദൂർത്തടിക്കുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. പരമേശ്വര സാറിന്റെ ഒരാളുടെ ശമ്പളമല്ലേ ആകെയുള്ള വരുമാനം. അതുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ സാറ് ചെയ്തു. പക്ഷെ ആ സ്ത്രീക്ക് അതൊന്നും പോരാ. അവരെന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞ് സാറ് വാങ്ങാതിരുന്ന അവരന്ന് സാറിനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കില്ല. ഒടുവിൽ ശമ്പളം തികയാതെ വന്നപ്പോ സാറ് കടുങ്കൈ ചെയ്തു. ബാങ്കിലെ കണക്കിൽ തിരിമറി നടത്തി നല്ലൊരു തുക മോഷ്ടിച്ചു. അത് പ്രശ്നമായി. അന്വേഷണം നടത്തിയപ്പോ സാറാണ് പൈസ എടുത്തെന്ന് മനസ്സിലായി. ബാങ്കുകാര് സാറിനെതിരെ കേസ് കൊടുത്തു. ആ പ്രയാസത്തിലാ ഇന്നലെ സാർ ആത്മഹത്യക്ക് ശ്രമിച്ചത്. എന്നിട്ട് ഇപ്പൊ പരമേശ്വര സാർ എങ്ങനെയുണ്ട്? ഒന്നും പറയാൻ പറ്റില്ലെന്നാ പറഞ്ഞ്. ജീവൻ തിരിച്ചു കിട്ടിയാലും ജോലി പോകുന്നുള്ള കാര്യം ഉറപ്പാ സാറേ. പോലീസ് കേസ് വേറെയും. നല്ല മനുഷ്യർക്കൊക്കെ ഇങ്ങനെ വരുന്നതാ മനസ്സിലാവാത്തത്. ഹലോ. ആ മോഹനേട്ടാ, ഞാനാ. എന്താണ്? ഒന്നുമില്ല, വെറുതെ വിളിച്ചതേ ഉള്ളൂ. രാവിലെ സങ്കടപ്പെട്ടല്ലേ മോഹനേട്ടൻ പോയത്.
അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ മോഹനേട്ടനെ വിളിച്ച് 2 കിന്നാരം പറയാൻ ഞാനല്ലേ ഉള്ളൂ. വിഷമിക്കണ്ട, ഞാനില്ലേ എന്റെ മോഹനേട്ടന്റെ കൂടെ. സമാധാനായിട്ടിരിക്കെ. അങ്ങനെ ഈ സമാധാനക്കേടൊന്നുമില്ല. രാവിലെ പെട്ടെന്ന് കേട്ടപ്പോ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അതെ, ആ വിഷമം മാറ്റാൻ ഒരു വഴിയുണ്ട്. ഉമ്മ. ചക്കരയുമ്മ. ശരിയപ്പോ. സാർ, കാണാനൊരു സ്ത്രീ വന്നിരിക്കുന്നു. ആര്? കാലവർഷത്തിനിടയിൽ അങ്ങാടിയിലെ 3-4 കെട്ടിടങ്ങൾ തകർന്നു വീണില്ലേ? അതിലൊന്നിൽ പലചരക്ക് കട നടത്തിയിരുന്ന ദാസപ്പനെ സാറിന് അറിയില്ലേ? അയാൾ മരിച്ചുപോയി. അയാളുടെ ഭാര്യയാ വന്നിരിക്കുന്നത്. വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ സാറേ. ഇവിടുന്ന് എന്തെങ്കിലും ചെയ്താലേ എനിക്കും മോൾക്കും ജീവിക്കാൻ പറ്റൂ. നിങ്ങൾ പറയുന്നേക്ക് ശരിയാ. പക്ഷെ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊരു സർക്കാർ ഓഫീസല്ലേ, ഞങ്ങൾക്ക് ചട്ടമൊക്കെ അനുസരിച്ചേ പെരുമാറാൻ പറ്റൂ. എന്താ സാറേ, കഴിഞ്ഞ മാസം താഴ്ത്തങ്ങാടിയിൽ കെട്ടിടം തകർന്നു വീഴുന്ന ദാസപ്പന്റെ ഭാര്യയായത് സുലോചന. ആകെ ഉണ്ടായിരുന്ന ആ കടയാ സാറേ. കാലവർഷത്തിൽ കെട്ടിടം പൊളിഞ്ഞു വീണു, ആളും പോയി. സർക്കാരിൽ നിന്നൊരു സഹായം പറഞ്ഞായിരുന്നു, ഒന്നും കിട്ടിയില്ല. മോള് സ്കൂളിൽ പോവുക, താമസം വാടക വീട്ടിലും. എനിക്കാണെങ്കിൽ സ്ഥിരമായ ഒരു ജോലിയില്ല. സർക്കാരിൽ നിന്ന് പറഞ്ഞ ആ സഹായം കിട്ടിയിരുന്നെങ്കിൽ ഒരു ചെറിയ കട തുടങ്ങാമായിരുന്നു. തൽക്കാലം ജീവിച്ചു പോകാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ. ഇവര് ഇന്നലെ MLA പോയി കണ്ടായിരുന്നു. കെട്ടിടം വീഴുന്ന ദാസപ്പൻ മരിച്ചപ്പോഴേ MLA വീട്ടിൽ വന്ന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞതാ. പക്ഷെ ഇന്നലെ MLA കണ്ടപ്പോ താലൂക്ക് ഓഫീസിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലെ താലൂക്ക് ഓഫീസിൽ ചെന്നപ്പോ വില്ലേജ് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. എനിക്കിതിന്റെ രീതിയൊന്നും അറിയില്ല. എന്താ ചെയ്യേണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നാ ഉപകാരമായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് ദാസപ്പ എല്ലാവർക്കും ഉപകാരിയായിരുന്നു. പക്ഷെ ആള് പോയി കഴിഞ്ഞപ്പോ എല്ലാവരും എല്ലാം മറന്നു. കടയിൽ നിന്ന് സാധനം കടം വാങ്ങിച്ചവര് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വലിയ കഷ്ടപ്പാടാ സാറേ. ഞാൻ പട്ടിണി കിടക്കാം, പക്ഷെ മോള് തീരെ കുട്ടിയല്ലേ. അവളെ പട്ടിണിക്കിടാൻ വയ്യ. സഹായിക്കാൻ ബന്ധുക്കളുമില്ല. അതുകൊണ്ടാ വിഷമിക്കണ്ട. സർക്കാരിന് അനുവദിച്ച പൈസ എത്രയും പെട്ടെന്ന് ഞാൻ വാങ്ങിച്ചു തരാം. സർക്കാർ കാര്യങ്ങളായതുകൊണ്ടാണ് ഈ കാലതാമസങ്ങളൊക്കെ. കഞ്ചനെ, ഇപ്പൊ തന്നെ വിവരവും കാണിച്ച് ഒരു അപേക്ഷ തയ്യാറായിക്കോളൂ. സുരജനെ കൊണ്ട് അതൊന്ന് ഒപ്പിട്ട് വാങ്ങിച്ചോളൂ. ഞാൻ താലൂക്ക് ഓഫീസിൽ പോകുമ്പോ കൊണ്ടുപോകാൻ പാകത്തില് പെട്ടെന്ന് തയ്യാറാക്കണം. ശരി സാർ. വിഷമിക്കണ്ട. ഏറിയ ഒരാഴ്ച, അതിനുള്ളിൽ നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടും. പിന്നെ കുട്ടിയുടെ കാര്യത്തിൽ കുറവൊന്നും വരുത്തണ്ട. ഇത് വെച്ചോളൂ. അയ്യോ, അതൊന്നും വേണ്ട സാറേ. ഒരാഴ്ചക്കുള്ളിൽ പൈസ കിട്ടുമെങ്കിൽ അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോളാം. ഇതൊരു ഔദാര്യമായിട്ട് കരുതണ്ട, കടമായിട്ട് വെച്ചോളൂ. സർക്കാരിൽ നിന്നുള്ള പൈസ കിട്ടുമ്പോ ഞാൻ തിരികെ വാങ്ങിച്ചോളാം. കാര്യങ്ങൾ നടന്നു പോണല്ലോ. വാങ്ങണം. ഒട്ടും വിഷമിക്കണ്ട. ഒരാഴ്ചത്തെ സമയം പറഞ്ഞത് മോനേഷ് സാറല്ലേ. സാർ ഒരു കാര്യം പറഞ്ഞാ അത് നടത്തിയിരിക്കും.
മോഹനേട്ടാ ചായ. രാവിലത്തെ വിഷമമൊക്കെ മാറിയോ? ഇപ്പൊ നല്ല മിടുക്കനായിട്ടുണ്ടല്ലോ. എന്ത് വിഷമം? ഒരു വിഷമമില്ല. അങ്ങനെ പറയല്ലേ. രാവിലെ എന്താ എന്നോട് പറഞ്ഞത്? സത്യസന്ധമായി ഞാൻ ജോലി ചെയ്തു, നല്ലത് മാത്രം ചിന്തിച്ചു, എന്നിട്ടും ദൈവം എന്താ എന്നോട് ഇങ്ങനെയെന്ന് എന്ന് ചോദിച്ചത് മറന്നുപോയോ? ഞാനിന്ന് വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വിജയനെ കണ്ടു. എമ്മേക്കാരനല്ലേ? ബഷീർക്കയുടെ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുത്താ ജീവിക്കുന്നത്. എനിക്കോ BSc പാസ്സായി 2 കൊല്ലം കഴിഞ്ഞപ്പോ സർക്കാർ ജോലി കിട്ടി. അന്തസ്സുള്ള ജോലി. സ്റ്റേറ്റ് ബാങ്കിലെ പരമേശ്വരൻ സാറ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആശുപത്രിയിൽ കിടക്കുന്നു. കാരണം വീട്ടിൽ ഭാര്യ ഉണ്ടാക്കുന്ന പുകലുകൾ, ആ സ്ത്രീയുടെ അത്യാഗ്രഹം. എന്റെ കാര്യത്തിലോ എല്ലായ്പ്പോഴും കൂടെ നിൽക്കുന്ന നിന്നെപ്പോലൊരു ഭാര്യയുണ്ട്. കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഗൗരവമുള്ള ഒരു വഴക്കും നമുക്കിടയിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ സർക്കാർ അനുവദിച്ച നഷ്ടപരിഹാരത്തിനായി വില്ലേജ് ഓഫീസിൽ കയറി വന്ന സുലോചന. മകളെ വളർത്താൻ ഒരു വഴിയുമില്ലാതെ ഗതികെട്ട് ജീവിക്കാണവർ. ഞാനോ ജീവിതത്തിലെ വലിയ ദുഃഖങ്ങളൊന്നും ഈശ്വരൻ തന്നിട്ടില്ല. തീരെ ചെറിയ പ്രായത്തിൽ ജോലി കിട്ടുമ്പോഴും നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടുമ്പോഴും അല്ലലൊന്നുമില്ലാതെ ജീവിക്കുമ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ലല്ലോ എന്നോടെന്താ ഇത്ര കാരുണ്യമെന്ന്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വാരിക്കോരി തരുന്നതെന്നും. മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത സന്തോഷം എനിക്ക് മാത്രം തരുന്നതിന്റെ കാരണമെന്തെന്ന് ചോദിക്കാത്ത എനിക്ക് ഒരു സങ്കടം വരുമ്പോ എന്താ എന്നോടിങ്ങനെ എന്ന് ചോദിക്കാൻ എന്താ അവകാശം? കൈ നിറയെ കിട്ടുമ്പോ നമുക്കൊന്നിനും കണക്കില്ല. പക്ഷേ ചെറിയ പ്രയാസം വരുമ്പോ സ്വഭാവം മാറും. അപ്പോ ദൈവം ക്രൂരനായി, വകതിരിവില്ലാത്തവനായി. കിട്ടാതെ പോയ ആ പ്രമോഷനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മഹാഭാഗ്യമായി കരുതുന്നതിന് പകരം കൊച്ചു കുട്ടികളെ പോലെ പരാതി പറയുന്നത് ശരിയാണോ? ഇപ്പോഴാണ് എന്റെ സാറിന് ബുദ്ധി വന്നത്. ഇങ്ങനെ രാവിലെ വിചാരിച്ചിരുന്നെങ്കിൽ പ്രൊമോഷൻ വൈകിട്ട് പുല്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞല്ലോ. കുറച്ച് വൈകിയാണെങ്കിൽ ഞാൻ പറഞ്ഞു. ഓട്ടെ പുല്ല്. ജീവിതത്തിൽ പലതരം നന്മകൾ ആവർത്തിച്ച് സംഭവിക്കുമ്പോൾ അതിന്റെ കണക്കുകൾ ഒന്നും പറയാത്തവർ ചെറിയ ദോഷങ്ങൾ സംഭവിക്കുമ്പോഴേക്കും ദൈവത്തിന്റെ വകതിരിവില്ലായ്മയെ കുറ്റപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. അത്തരം സ്വഭാവം ഇനിയെങ്കിലും വില്ലേജ് ഓഫീസർ ആവർത്തിക്കില്ലെന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തേക്ക് വിടാം.